അപ്പോൾ ഈ ഡിഡക്റ്റബിൾ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഡിഡക്റ്റബിൾ എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ നമ്മൾ ഒന്ന് ഹോസ്പിറ്റൽ ആവുകയെന്ന് വെക്കാം. ഇൻ കേസ് ഹോസ്പിറ്റൽ ആവുകയാണെങ്കിൽ എത്രയാണോ നമ്മുടെ ഡിഡക്റ്റബിൾ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 1 lakh ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ ആവുന്ന സമയത്ത് ആ 1 lakh rupees ബില്ല് നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് കൊടുക്കണം. നമ്മൾ ഡിഡക്റ്റബിൾ എടുത്തിരിക്കുന്ന ആ 1 lakh ആണല്ലോ, ആ 1 lakh ആദ്യം നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്താൽ ബാക്കിയുള്ള ബില്ല് അതിപ്പോ 3 ലക്ഷം ആണെങ്കിലും 4 ലക്ഷം ആണെങ്കിലും നമ്മുടെ പോളിസിക്ക് അനുസരിച്ച്, നമ്മുടെ സം ഇൻഷുറൻസിന് അനുസരിച്ച് അത് കവേർഡ് ആവും, അത് കമ്പനി പേ ചെയ്യും. അങ്ങനെയാണ് ഡിഡക്റ്റബിൾ വർക്ക് ചെയ്യുക. പിന്നെ ഡിഡക്റ്റബിൾ കൊല്ലത്തില് ഒരു തവണ അടച്ചാൽ മതി. അതൊരു ഡൗട്ടാണ് എല്ലാവരും ചോദിക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾ 1 ലക്ഷം രൂപയുടെ ഡിഡക്റ്റബിൾ എടുത്തു, 2-3 തവണയായിട്ട് നമ്മൾ അഡ്മിറ്റ് ആയിരിക്കട്ടെ, 2-3 തവണയൊന്നും നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തവണയാണ് ഇന്ന ഇയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് ഇസ് ആ 1 lakh ഒരു തവണ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് സീരീസ് ഓഫ് എപ്പിസോഡ്സിൽ നമ്മളിങ്ങനെ അഡ്മിറ്റ് ആവുകയാണ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. യു ഹാവ് ടു പേ ജസ്റ്റ് 1 lakh once in a year per claim ഞാൻ ഉദ്ദേശിച്ചത് per year. സോ അങ്ങനെയാണ് ഡിഡക്റ്റബിൾ. അത് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കുറയ്ക്കാം.